നമസ്കാരം. ഞാൻ ചിറ്റനൂർ ജയകൃഷ്ണൻ. എല്ലാവർക്കും എൻ്റെ പുതിയ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ കഴിഞ്ഞ 25 വർഷമായി ക്ഷേത്രവാദ്യകലകൾ കൈകാര്യം ചെയ്യുന്ന ഒരാളാണ്. അതുപോലെ ഒരു 20 വർഷത്തിലധികമായി വാദ്യോപകരണ നിർമ്മാണവും കൈകാര്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ഉദ്ദേശിച്ചത് ഞാൻ അനുവർത്തിക്കുന്ന വാദ്യോപകരണ നിർമ്മാണത്തിലെ ഒരു രീതി എല്ലാവരുമായി ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. പല ആളുകളും വാദ്യോപകരണങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. അത് കണ്ടിട്ടും കേട്ടിട്ടും ഗുരുനാഥന്മാർ പറഞ്ഞു തന്നത് വെച്ചിട്ടാണ് ഞാൻ പഠിച്ചത്. അതിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ചെണ്ട നിർമ്മിക്കുന്ന ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിന് എല്ലാവരും കാണണം, അഭിപ്രായം പറയണം, എല്ലാവരുടെയും സ്നേഹം ഉണ്ടാവണം. അതായത് ഈ ചെണ്ടക്കുറ്റി സാധാരണ നമ്മൾ എടുക്കുമ്പോൾ ലാവിൻ്റെ കാതലാണല്ലോ എടുക്കുക. അതിൽ ഏറ്റവും അടിക്കഷ്ണം ഒരു അരക്കോല് ഒഴിവാക്കിയിട്ടേ മരം എടുത്തോട്ട് പറയും. കാരണം ഈ അടിയിലത്തെ ഭാഗം എപ്പോൾ ഈ കൂതൽ വന്നിട്ട് കുത്തിപ്പോകാനുള്ള സാധ്യത കൂടുതലുണ്ടാവും. അത് ഒഴിവാക്കിയില്ല ഏറ്റവും മുകളിലെ കഷ്ണമാണിത്. സാധാരണയായിട്ട് 9, 8, 8:45, 8:30, 9, 9:15, 9:15, 9:30 വരെയിലെ ചെണ്ടകളുണ്ട് എന്നെല്ലാം പറയുന്നത്. അപ്പോൾ ഇപ്പോൾ 9:30 വളരെ ദുർലഭമായിട്ട് ചെയ്യാറുള്ളൂ. ആൾ പണ്ട് ചെയ്തിരുന്നു. ഇപ്പോൾ കൂടുതലായിട്ട് ഈ 9:15, 9:15 തായമ്പക ചെണ്ടകൾക്ക് ചെയ്യുന്നത്. 9, 8:45 ഈ തെയ്യം കലാകാരന്മാരാണ് കൂടുതൽ. അല്ലെങ്കിൽ പിന്നെ അതിൽ 8:30, 8:45 ശിങ്കാരി മേളക്കാരാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു 9:15 ചെണ്ട പറയുമ്പോൾ നമ്മുടെ ഇത് 11 ഉണ്ടാവും വ്യാസം. പുറത്തോട് പുറം 11 വ്യാസം ഉണ്ടാവും. അതുപോലെ ഉയരം 20 ഇഞ്ച് ഉയരം ഇപ്പോഴും വെക്കുന്നുണ്ട്. 20 ഇഞ്ച്, 20.5 ഇഞ്ച്, 19.5 ഇഞ്ച് ഏകദേശം ആ ഒരു റേഞ്ചിലാണ് വെക്കുക. ശിങ്കാരി മേളത്തിനൊക്കെ ആകുമ്പോൾ 18, 19 ഇഞ്ച് റേഞ്ചാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. ഈ ചില ഭാഗത്തു നിന്നൊക്കെ വരുന്ന കുറ്റിക്ക് ഫുള്ള് കളറടിച്ചിട്ട് ഫുള്ള് അതിൻ്റെ മുകളിൽ പെയിൻ്റ് അടിച്ച പോലെയുള്ള അവസ്ഥയിലാക്കാം. റെഡിഷ് ആക്കിയിട്ടും മറ്റേ ഇതൊക്കെ ചെയ്തിട്ട്. ഞാനിവിടെ സാധാരണ ഒന്നും ചെയ്യില്ല. സീലർ അടിക്കും. ഒരു 300 രൂപേൻ്റെ പേപ്പർ ഇട്ട് സീലർ അടിക്കും. അത് കഴിഞ്ഞതിന് ശേഷം 400 പേപ്പർ ഇട്ടിട്ട് ക്ലിയർ അടിക്കും. അപ്പോൾ മരത്തിൻ്റെ ഒറിജിനൽ കളർ ഉണ്ടാവണോ അത് തന്നെയായിരിക്കും കുറ്റിക്കും ഉണ്ടാവും. ചെണ്ട നിർമ്മിക്കുന്നതിന് അത്യാവശ്യമായിട്ട് വേണ്ടത് കുറ്റിയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ 9:15 ചെണ്ടയാണ് നിർമ്മിക്കുന്നത്. അതിൻ്റെ കുറ്റിയാണുള്ളത്. അപ്പോൾ പിന്നെ വേണ്ടുന്നത്, ഏറ്റവും നല്ലത് വേണ്ടുന്നത് കുറ്റിയോടൊപ്പം വട്ടാണ്. ഇതിപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് വെള്ളാർകാട് ഉള്ള ദാസേട്ടൻ്റെ വട്ടാണ്. ദാസേട്ടൻ നിർമ്മിക്കുന്ന വട്ടാണ്. വളരെ മികച്ച വട്ടം തന്നെയാണ്. അപ്പോൾ ഇത് ഒരു ഇടന്തല വട്ടവും ഒരു വലന്തല വട്ടവുമാണ് ചെണ്ടക്ക് ആവശ്യം. ഇത് ഇടന്തല വട്ടം, അത് ഒറ്റ തോലേ ഉണ്ടാവുള്ളൂ. അരുവറ്റ് മാത്രമാണ് എക്സ്ട്രാ തോല് പറ്റിക്കുന്നത്. നടുക്ക് ഒറ്റ തോലേ ഉണ്ടാവുള്ളൂ. കാളയുടെ മൂരിയുടെ ഒക്കെ തോലാണ് ഉപയോഗിക്കുക. ഇത് അടിവട്ടം, വലന്തല വട്ടം എന്നൊക്കെ പറയുന്നതാണ്. ഇതുപോലെ തോല് മാടിയിട്ട് അതിൻ്റെ മുകളിൽ അടുക്ക് പറ്റുകൾ ഇങ്ങനെ മാടി കനം കൂട്ടി വെക്കും. ഇത് വലന്തല വട്ടം അടിഭാഗത്ത് ഉപയോഗിക്കും. ഇത് നമ്മൾ കൊട്ടുന്ന ഭാഗത്ത് ഉപയോഗിക്കുന്ന ഇടന്തല വട്ടം. പിന്നീട് നമുക്ക് വേണ്ടുന്നത് ചെണ്ട ഈ 2 വട്ടങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കാനുള്ള, ഇങ്ങനെ വെച്ച് ഇത് ബന്ധിപ്പിക്കാനുള്ള ഒരു കയറാണ് വേണ്ടത്. ഇതിലൂടെ കയർ ഓടിച്ചിട്ട് ബന്ധിപ്പിക്കുന്നത്. അത് നമ്മൾ ഫസ്റ്റ് ക്വാളിറ്റി കയറാണ് ഉപയോഗിക്കുന്നത്. 14 mm കയർ എന്നാണ് പറയുന്നത്.
ഫസ്റ്റ് ക്വാളിറ്റി കയറാണ്. അധികം വലിവില്ലാത്ത കയറാണ് ചെണ്ടക്ക് ആവശ്യം. അതുകൂടാതെ കുത്തുവാറ് എന്ന് പറയും, കുടുക്ക് എന്നൊക്കെ പറയുന്ന സാധനമാണ് ഇത്. ഇതാണ് പിന്നെ ഒന്നും വേണ്ടത്. നമുക്ക് കെട്ടുകുറ്റി എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്, അവിടെ ടൈറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഈ റിങ്. അതായത് നമ്മൾ വട്ടക്കണ്ണി എന്ന് പറയും ചെണ്ടയുടെ. ഇത് പിച്ചളയാണ്. സ്റ്റീൽ കോട്ടിങ്ങും ഇരുമ്പിൻ്റെയും സ്റ്റീൽ കോട്ടിങ് ആയിട്ട് സ്റ്റീലും ഒക്കെ വരുന്നുണ്ട്. ഏറ്റവും ഉത്തമം പിച്ചളയാണ്. ഇത് 2 സൈസിലുണ്ട്, ചെറുതുകൊണ്ട് കുറച്ച് മതി. ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് ചെണ്ടയുടെ കെട്ടുകുറ്റി കെട്ടുന്നതാണ്. അതായത് നമ്മൾ കയറ് വട്ടത്തിൻ്റെ ഉള്ളിലൂടെ എടുത്ത് അതിൻ്റെ ഏറ്റവും അവസാന ഭാഗം കൊണ്ടുവന്ന് അവിടെ ഒരു കെട്ടിട്ടിട്ട് സാധാരണ നമ്മൾ ഉരുക്കിയിട്ടൊക്കെയാണ് ചെയ്യുക. കെട്ടിട്ടിട്ട് അവിടെ വട്ടക്കണ്ണി വെച്ച് നമ്മൾ കെട്ടും. 2-3 തരത്തിൽ കെട്ടുന്നുണ്ട്. അതിൽ ഞാൻ സ്ഥിരമായി ചെയ്യുന്നത് ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അത് കെട്ടിയതിന് ശേഷം നമ്മളത് ഏറ്റവും താഴേക്ക് വലന്തല വട്ടത്തോട് ചേർന്ന് വലിച്ച് ടൈറ്റ് ചെയ്യണം. കെട്ടുകുറ്റിയുടെ കയറ് മുകളിലോട്ട് വരുന്തോറും ചെണ്ട നമുക്ക് വലിച്ച് അവസാനം വരുമ്പോൾ കെട്ടുമ്പോൾ കയറടുപ്പിക്കാൻ സ്ഥലം കുറയും. അപ്പോൾ കെട്ടുകുറ്റി പരമാവധി വലന്തല വട്ടത്തോട് ചേർന്നിരിക്കാൻ ശ്രദ്ധിക്കണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ചെണ്ട കോക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ പുറത്തുനിന്ന് അകത്തേക്കാണ് കയറ് കോക്കുക. അതായത് നമ്മൾ ഇവിടുന്ന് പുറത്തുനിന്ന് എല്ലാ കണ്ണും അങ്ങനെ തന്നെയാണ്. അകത്തൂടെ കോർത്ത് നമ്മൾ കുത്തുവാറ അല്ലെങ്കിൽ കുടുക്ക് ഇട്ടതിന് ശേഷം ഇവിടുന്നും പുറത്തുനിന്ന് അകത്തെ കണ്ണിലൂടെ കോർക്കുകയാണ് ചെയ്യുക. എല്ലാ 12 കണ്ണുണ്ട്. 12 കണ്ണും നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരേ പ്രോസസ്സാണ്. അത് നല്ലോണം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ വലിക്കാൻ കഴിയില്ല. ചെണ്ടയുടെ കെട്ടുകുറ്റി കെട്ടുന്നത് പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ചെണ്ട. നമ്മൾ കയറ് ഓടിച്ചതിന് ശേഷം, കയറ് വട്ടങ്ങളിലൂടെ ഓടിച്ചതിന് ശേഷം ചെണ്ട തൂക്കി വലിക്കുക എന്നുള്ളത് ഇപ്പോൾ അധികാരം ചെയ്യാത്ത ഒരു സംഭവമാണ്. എന്നാലും ഏറ്റവും പ്രധാനമായും ചെയ്യേണ്ട സംഭവമാണ്. ചെണ്ട നന്നായി ഒരുപോലെ സീറ്റിംഗായി കിട്ടാനും ഒരുപോലെ എല്ലാ ഭാഗവും ചാടാതെ കിട്ടണമെങ്കിൽ ചെണ്ട തൂക്കി വലിക്കുക എന്ന് പറയുന്നത് അത്യാവശ്യമാണ്. തൂക്കി വലിച്ചാൽ കിട്ടാത്ത ഭാഗമാകുമ്പോഴേ നമ്മൾ കാലുകൊണ്ടും ചവിട്ടി വലിക്കേണ്ട ആവശ്യകതയുള്ളൂ.
ചെണ്ട നിർമ്മാണത്തിന്റെ അവസാനത്തെ ഘട്ടമാണ്. വലിച്ചു കഴിഞ്ഞാൽ കയർ ചുറ്റിയൊക്കെ. വാദ്യോപകരണ നിർമ്മാണ രംഗത്ത് നിലനിൽക്കുമ്പോൾ നമുക്ക് ഏറ്റവും സംതൃപ്തി തോന്നുന്ന കാര്യം, നമ്മുടെ അടുത്ത് ഒരാൾ ഉപകരണം നിർമ്മിക്കാൻ വേണ്ടിയിട്ട് വന്നാൽ അവർ അത് പൂർണ്ണ തൃപ്തിയോടെ വാങ്ങി പോകുന്ന ഇത് കാണുമ്പോൾ തന്നെയാണ്. അവരത് കൊട്ടി നോക്കി അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു എന്ന് അറിയുമ്പോൾ തന്നെയാണ് സന്തോഷം. അതുപോലെ നമ്മുടെ അടുത്ത് റിപ്പയറിങ്ങിനും മറ്റുമായി വരുന്ന പ്രഗത്ഭന്മാരായിട്ടുള്ള എല്ലാ വാദ്യകലാകാരന്മാരും മുഴുവൻ ആളുകളും തൃപ്തിയോടുകൂടി കിട്ടുമ്പോൾ അവർ വായിക്കുന്നത് കാണുമ്പോൾ ഒക്കെ കിട്ടുന്ന സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിനും മുകളിലാണ്.